എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെജിറ്റബിൾസ് വാങ്ങുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. സൂക്ഷിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വൈദ്യുതി ലാഭിക്കാം, ഫ്രിഡ്ജിൽ കൂടുതൽ സ്ഥലം കിട്ടും, അതുപോലെ പാചക സമയത്ത് നമുക്ക് പാചക ജോലിയും വളരെ എളുപ്പമായിരിക്കും. വാങ്ങുന്ന പച്ചക്കറി നന്നായി കഴുകി ഉള്ളിലെ വിത്ത് നീക്കം ചെയ്ത് ചെറിയ പീസുകളാക്കി വയ്ക്കണം. അതുപോലെ അതിൻ്റെ ജലാംശം നന്നായിട്ട് തുടച്ചു മാറ്റണം. അതിനുശേഷം പല പാത്രങ്ങളിലായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതിൻ്റെ പുറംതൊലി പിന്നെ നമ്മൾ ആവശ്യമനുസരിച്ച് എടുക്കുമ്പോൾ നീക്കം ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് ചീത്തയാവാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് 1-2 പീസൊക്കെ മതിയായിരിക്കും. അവിയലോ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ മതിയായിരിക്കും. അപ്പം നമ്മൾ ആവശ്യാനുസരണം അതിൻ്റെ തോല് നീക്കം ചെയ്താൽ മതിയായിരിക്കും. ഇതുപോലെ സൂക്ഷിച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരിക്കും. അതുപോലെ പച്ചക്കറി കേടാവുന്നത് തടയാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ കേടുള്ള ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടായിരിക്കും സൂക്ഷിക്കുക. വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് നീക്കം ചെയ്യുന്നത് കൊണ്ട് അത്രയും കൂടെ നമുക്ക് അതിൽ ഫ്രിഡ്ജിൽ സ്പേസ് കിട്ടും, കറണ്ട് ലാഭിക്കാം. അങ്ങനെ പല ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ തിരക്ക് പിടിച്ച് ജോലിക്കൊക്കെ പോകുന്ന ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഓരോ പാക്കറ്റ് തരംതിരിച്ച് വെച്ചാൽ അതിൽ നിന്നെടുത്ത് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ ഇഞ്ചിയും ചേനയും ഒക്കെ ഞാൻ വെളിയിൽ കൊണ്ടുപോയാണ് കഴുകിയിട്ട് വന്നത്. അതിൽ കുറേ മണ്ണുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വെളിയിൽ കൊണ്ടുപോയിട്ട് കഴുകി കൊണ്ടുവന്നു. ഇഞ്ചിയിൽ കുറച്ച് കേടുള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ റിമൂവ് ചെയ്തു. നല്ല പീസ് മാത്രമാണ് എടുത്ത് വയ്ക്കുന്നത്. കക്കരിയും വെള്ളരിയും ഉടനെ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. നാളെ രാവിലെ എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വെച്ചില്ല. മല്ലിയില വേരുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായി കഴുകി ഉണങ്ങിയ തുണിയിൽ വിരിച്ച ജലാംശം നീക്കം ചെയ്താണ് ഈ ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാകും. ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലും താഴെയായിട്ട് വെക്കേണ്ടതായിരുന്നു. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് വെച്ചില്ല.